ഗായ്സ് എല്ലാവരും സുഖമല്ലേ? പിന്നെ ഞാനൊന്നൊരു ചെറിയ കുട്ടി സ്റ്റോറി പറയാൻ വന്നെങ്കിൽ കുട്ടി സ്റ്റോറി കേട്ടോ. സ്റ്റോറിയൊന്നുമില്ല, നമ്മളിങ്ങനെ സീഡിയ അക്കാഡമിയിൽ ഒന്ന് ചേർത്തിട്ട് 1 വർഷമായി. ലൈഫിൽ എനിക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്തിട്ട് ഇന്നേക്ക് 1 വർഷമായി ഗൈസ്. ആ റിസ്കിനെ കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ വേണമെങ്കിലും, പക്ഷേ അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ആ റിസ്ക് എടുത്തിരുന്ന് ഞാൻ സന്തോഷവാനാണ്. ഞാൻ ലൈഫിനൊരു പാറ്റേൺ കിട്ടി, എന്ത് ചെയ്യണം ലൈഫിൽ ഇനിയും ഒരു എന്താ പറയുക, അടുത്തിനി എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് എനിക്ക് ലൈഫിൽ അറിയാം. അതൊക്കെ എനിക്ക് അവിടെ വന്നിട്ട് കിട്ടിയതാണ്. ലൈക്ക് ആ ഒരു സ്കിൽ കോഴ്സ് ഞാൻ എടുത്തു. ഇറ്റ്സ് മോർ ദാൻ സ്കിൽ കോഴ്സ്, ഇറ്റ്സ് മൈ പാഷൻ. ആ പാഷൻ ഞാൻ അവിടെ നിന്ന് എടുത്തു, ഫോളോ അപ്പ് ചെയ്യുന്നു. ഞാനത് ലൈക്ക് ഒരു മാത്സ് ടീച്ചർ കാരണം എൻ്റെ ജീവിതം മാറി. ഞാൻ എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ലീഡായിട്ട് എനിക്കറിയാവുന്നുള്ളത് ബാക്കിയുള്ളവർ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു ഒരു മനോഹരമായൊരു ജേണി ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ CDAക്ക് വലിയൊരു പങ്കുണ്ട്. ബട്ട് സാർ, ഉദയ് സാർ ഇത് ബാക്കി ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുത്തു, ബട്ട് ഇത് മാർക്കറ്റിംഗ് ചെയ്യരുത്, എൻ്റെ എന്താ പറയുക, അതിനൊന്നും ആയിട്ടില്ല. അതിന് ഞാനൊരു ഇൻഷാള്ള ഒരു ദിവസം ആവും, ഞാൻ ആ ഒരു ഇതിലോട്ട് ഒരു ദിവസം എത്തും. ഇപ്പം ഞാൻ അതിനൊന്നും ആയിട്ടില്ല. എന്താ പറയുക, ആ ഒരു രീതിയിൽ എത്തണമെങ്കിൽ എനിക്കൊരു എയിമുണ്ട്. ഞാൻ ഒരു ദിവസം ആ ഒരു ഇത് അച്ചീവ് ചെയ്തിട്ട് ഞാൻ ഉദയ് സാറിനോട് പറയും, ഉദയ് സാർ എനിക്കൊരു ഇത് തരണം. അപ്പോൾ ഉദയ് സാർ അന്ന് എനിക്കത് എന്താ പറയുക, ഇതുപോലെ 18-ാം തീയതി ഓൺ ബോർഡിങ്. പിന്നെ രേഷ്മ ചേച്ചിക്ക് പ്രത്യേക ഒന്നുണ്ട്. കാരണം രേഷ്മ ചേച്ചി ഏതോ നമ്മളെ ഓരോ കണക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമല്ലോ, അതുപോലെയാണ് എനിക്ക് രേഷ്മ ചേച്ചിയോടുള്ള കണക്ഷൻ. രേഷ്മ ചേച്ചി എൻ്റെ കോളേജിൽ ഒരു ഇവൻറ്റിന് വന്നതായിരുന്നു. ആ ഇവൻറ്റ് വന്നപ്പം ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്തിരുന്നൊരു ഗ്രൂപ്പ് ഓഫ് ഓൺ ടീം സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് രേഷ്മ ചേച്ചി കമ്പനി അടിച്ചു. പിന്നെ രേഷ്മ ചേച്ചി CDയിലോട്ട് മാറിയപ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ രേഷ്മ ചേച്ചി നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു. അതുപോലെ ഷിഹാബ് സാറിൻ്റെ ലിങ്ക്ഡിൻ സെക്ഷൻ, എൻ്റെ ആ ഒരു സെക്ഷൻ, നിങ്ങളിവിടെ ഓരോ ദിവസവും 1000 രൂപ കൊടുത്ത് നിങ്ങൾ പഠിക്കുന്നത് അത്രയ്ക്കും എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഉദയ് സാറ് സെൽഫ് ലേൺ ഇൻഡസ്ട്രിയെ പരിചയപ്പെട്ടു, ഇൻഡസ്ട്രി ഇതാണ് പരിചയപ്പെട്ടു. പിന്നെ ഉദയ് സാറ് പറഞ്ഞ എല്ലാം കഴിഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബാക്കിയൊക്കെ നിങ്ങൾ വഴിയെ അങ്ങ് പഠിച്ചോളും. ലൈക്ക് എന്താ പറയുക, ഓരോന്നും നിങ്ങൾ പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് പഠിച്ചങ്ങ് പൊയ്ക്കോളും. പക്ഷേ ബേസിക് ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് അപ്പം ഞാൻ ആലോചിച്ച്, ഇത്രയൊക്കെ ഉള്ളൂ വലിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇന്ന് ഞാൻ എൻ്റെ അനിയന് വേണ്ടി ഇവിടെ നിന്ന് ബ്രൗഷർ മേടിച്ചായിരുന്നു, ബ്രൗഷറിന് അഡ്മിഷന് വേണ്ടി. അപ്പോഴത്തേക്കും നമുക്കും ഒന്നുമില്ല, ലൈക്ക് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO, സോഷ്യൽ മീഡിയ. ബട്ട് അതിനേക്കാൾ ഉപരി ലൈക്ക് ഞാൻ എന്നെ ബ്രാൻഡിങ് ചെയ്ത ഞാൻ ഒരു മാർക്കറ്റർ എന്നാണ്. പക്ഷേ എൻ്റെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ആണെന്നേ ഉള്ളൂ. പിന്നെ സെൽഫ് ലേൺ ചെയ്യുക, പുതിയ ടൂൾസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ആ റിസ്ക് എടുത്തിട്ട് ഞാനിന്ന് വളരെയധികം സന്തോഷവാനാണ്. ഞാൻ ആ ഒരു എന്താ പറയുക, CDയിൽ നിന്ന് പഠിച്ചിറങ്ങി അവിടെ നിന്ന് ഇൻ്റർനായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഒരു ഫാം തുടങ്ങിയപ്പോൾ മനസ്സിലായി, അതായത് ഈ ഫാം മുടക്കി മനസ്സിലായി എല്ലാം ഇനിയും ഉണ്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടും ചെയ്യാനായിട്ടും. അങ്ങനെ അതിനെ വെച്ച് അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം 0 കോസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറ്റുമെന്ന് എൻ്റെ വാപ്പ അതിനെ തെളിയിക്കുകയും ചെയ്തു. 0 കോസ്റ്റിൽ ഒരു ബിസിനസ് തുടങ്ങി, പ്രോഫിറ്റബിൾ ആയിരുന്നു അത്. പിന്നെ ദെൻ അവിടെ ഓക്കെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് എനിക്ക് ദുബായ് പോകണം. ദുബായിലെങ്കിൽ ഇതിനകത്ത് MBA എടുക്കാൻ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. MBAക്കും വേണ്ടി ദുബായ്ക്ക് വേണ്ടി ഞാനാണെങ്കിൽ എനിക്ക് ഇനിയും ഇതിനകത്ത് പഠിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ E-commerce എന്ന് പറഞ്ഞാൽ വലിയൊരു സാധ്യതയെക്കുറിച്ച് ഞാൻ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ഇൻറ്റേണായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ എംപ്ലോയി ആയിട്ടല്ല ജോയിൻ ചെയ്തു, എല്ലാവരും എംപ്ലോയി ആയിട്ട്. ഞാൻ എൻ്റെ കുറേ ഒരു ചോദിച്ചു, എന്ത് എംപ്ലോയി ആയിട്ട് നോക്കാത്ത പക്ഷേ ഞാൻ പറയാം, എനിക്ക് ഇനി ലേൺ ചെയ്യാനുണ്ട്, ഞാനൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞാൻ ഇൻറ്റേണായിട്ട് കയറി ഒരു കമ്പനി അൽഹംദുലില്ലാ. അവർക്ക് അവിടെ നിന്നിട്ട് തന്നെ ഞാൻ ഏകദേശം അത് പറയുമ്പോഴത്തേക്ക് എന്താ ഒരു 100 ദിർഹംസിന് ഞാൻ ആഡ് റൺ ചെയ്ത് എൻ്റെ മെറ്റീരിയൽ റൺ ചെയ്ത് എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എൻ്റെ ഫ്രണ്ടുണ്ട്. പക്ഷേ അതേ ഞാൻ 2 മാസം കൊണ്ട് 50 ലക്ഷം രൂപ 50 ലക്ഷത്തോളം അടുപ്പിച്ച് 50 ലക്ഷത്തിന് മേളിൽ ഞാൻ 2-3 മാസം കൊണ്ട് മെറ്റയ്ക്കകത്ത് സ്പെൻഡ് ചെയ്തു. ദെൻ അത് കോടികളെ ലാഭം ഉണ്ടായി. അതൊക്കെ എന്താ പറയുക, ഒരു പ്രൗഡ് ഫീൽ തന്നെയാണ് എനിക്ക്. പിന്നെ അങ്ങനെ അവിടുത്തെ ഇൻറ്റേൺഷിപ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ ദുബായിലോട്ട് വരണമെന്ന് ലക്ഷ്യമുണ്ടായി. ദുബായിലോട്ട് വന്നു. ഇപ്പോൾ ഞാൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ജോലി ഇപ്പോൾ ഞാൻ ഉടനെ റിസൈൻ ചെയ്തിട്ട് ഒരു ഒഫീഷ്യലി ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതാണ്. ഒരു ഓൺ ഫേം, അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇന്നേ ആരും ചെയ്യാത്തൊരു ഓൺ ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫുള്ളി എന്താ പറയുക, ആരും നോക്കാത്തൊരു വിഷൻ,
അതായത് എല്ലാവരും ഡിജിറ്റലിൽ കൊണ്ടുവരണം, ചെറിയ ചെറിയ ബിസിനസ്സുകാരെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണമെന്ന പുതിയൊരു വിഷനോടെ ഞാനത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻഷാല്ലാ ഉടനെ തുടങ്ങും. അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വെബ്സൈറ്റ് ഡെവലപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി സോഷ്യൽ മീഡിയ പേജ് കുറച്ച് പണികൾ അതിനുണ്ട്. ഇൻഷാല്ലാ അതെങ്ങനെ പോകുമെന്ന് പറയുന്നത് എൻ്റെ ഒരു എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് എൻ്റെ 5ാമത്തെ ബിസിനസ്സാണ്. 4 തുടങ്ങി 4 ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇതെൻ്റെ 5ാമത്തതാണ്. ലൈക്ക് അതാണ് പറഞ്ഞത്, ഈ 4 ബിസിനസ് എനിക്ക് തുടങ്ങാൻ പറ്റിയത് സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. എൻ്റെ ടൈമാണ് ഇതിനെല്ലാം ഞാൻ ചിലവാക്കിയത്. ലൈക്ക് അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. എനിവേ ഞാൻ ഹാപ്പിയാണ് ആ ഒരു റിസ്ക് എടുത്തതിൽ. ഇനിയും കുറേ റിസ്ക്കുകൾ എടുക്കണം എന്നുണ്ട്. ഇൻഷാല്ലാ ഒരു ദിവസം ഞാൻ CDക്ക് തന്നെ എന്താ പറയുക, ഞാൻ അവിടെ പഠിച്ചിറങ്ങിയതിൽ അഭിമാനിക്കുകയാണ് ഗൈസ്. എനിവേ താങ്ക് യു ദേവ് സാർ ആൻഡ് എൻ്റെ ടീം, കാർത്തിക മാം, രേഷ്മ ചേച്ചി, പിന്നെ വിമൽ സാർ അങ്ങനെ മിസ്ബ സാർ. SEOനെ കേസ് പറയുകയാണെങ്കിൽ ഞാനിന്ന് ട്രിവാൻഡ്രത്ത് മാത്രം റാങ്ക് ചെയ്ത് ഞാൻ കേരളത്തിലെ ടോപ്പിലെത്തി. ടോപ്പ് 1, 2 ഇങ്ങനെ മാറി ചിലപ്പോൾ ഞാൻ ഒന്നിലൊക്കെ ഒരു സന്തോഷം കാണും. ഇന്ത്യയിൽ ടോപ്പ് 5, UAE, ഖത്തർ. SEOയിൽ ഇപ്പം ഞാൻ ഇത്ര കീവേഡ്സ് എനിക്കറിയാം. എനിക്ക് ഇപ്പോൾ എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയാം. മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്, സ്നാപ്പ് ആഡ്, ടിക്ടോക്ക് ആഡ്, കൈവയ്ക്കാത്ത ഇനി ഒന്നുമില്ല ഗൈസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനകത്ത്. പിന്നെ കണ്ടൻറ് മാർക്കറ്റിംഗ്, പോസ്റ്റർ ഡിസൈൻ, ലൈക്ക് എന്താ പറയുക, ഇതൊക്കെ എൻ്റെ ഒരു പാഷനാണ്. ഇവിടെ എനിക്ക് ഇത്ര കിട്ടാൻ എന്താ പറയുക പൈസയല്ല ഇവിടെ സാലറി അല്ല മണിയല്ല നോക്കുന്നത്, ഇതെൻ്റെ പാഷനാണ്. അപ്പം ഒരു ദിവസം അതൊന്ന് വരും, റവന്യൂ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം ഞാൻ ലേണിംഗ് സ്റ്റേജിലാണ്. എൻ്റെ ആഡ് ഇപ്പോഴും ലേണിംഗ് സ്റ്റേജിനകത്താണ് ഉള്ളത്. ഇൻഷാല്ലാ ഉടനെ ആയത് ലേണിംഗ് സ്റ്റേജ് മാറി അപ്രൂവ്ഡ് ആയിട്ട് ആഡ് റൺ ചെയ്യാൻ തുടങ്ങും. ലൈഫിൽ അങ്ങനെ കാണുന്ന പിന്നെ ഞാൻ CDയിലെ ജേണി വേറൊരു ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, CDയിലൊരു അക്കാഡമി ഞാൻ എൻ്റെ പാഷന് വേണ്ടി വന്നു. അവരവിടെ ചെയ്യുന്നത് നമ്മളൊരു ബോട്ട് ഉണ്ടാക്കും. അതായത് ഈ കടലിൽ പോകുന്നൊരു വെള്ളം കടലിൽ പോകാൻ ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കാൻ അത് എളുപ്പമാണ്, കടലിൽ പോയാൽ മീൻ കിട്ടും. പക്ഷെ മീൻ അവിടെ ഫ്രീ ആണ്. മീൻ നമ്മൾ ആരും പൈസ കൊടുക്കണം. പക്ഷെ അത് പിടിക്കാൻ പോകണ ആ സമയം, ഹാർഡ് വർക്ക്, ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. CD ഇത്രയേ ഉള്ളൂ. നമുക്കതിനകത്ത് വേണ്ടിയുള്ളൊരു ബോട്ട് പണി ചെയ്ത് നമ്മളായിട്ട് ചെയ്ത്, അതായത് ഇങ്ങനെയാണ് ബോട്ട് പണിയേണ്ടത്, ബോട്ടിന് ഇന്ന രീതിയിൽ പണിയണം, എങ്കിൽ മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കടലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റണമെങ്കിൽ കുറച്ച് പാടാണ്. അങ്ങനെ ആ ബോട്ട് ഞാൻ എന്ത് ചെയ്തു, നല്ല രീതിക്ക് മനോഹരമായൊരു ബോട്ട് പണി ചെയ്തു. ആ മനോഹരമായ ബോട്ടിൽ ഞാൻ കപ്പിത്താനായിട്ട് നിന്ന് ബോട്ടിനെ നയിച്ചു. ആദ്യം പോയി ബോട്ട് പരാജയപ്പെട്ടു. ബോട്ടിൽ പൊട്ടി, ബോട്ടിൽ വെള്ളം കയറി. ഞാൻ തിരികെ കടലിലോട്ട് നീന്തി തിരിച്ച് ഞാൻ കരയിലോട്ട് വന്നു. പിന്നെ ആ ബോട്ടിന് സമയമെടുത്തു. എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ബോട്ടിനത് എന്നെക്കാളും മുന്നേ സഞ്ചരിക്കാൻ തുടങ്ങി. അവരെയൊക്കെ ബോട്ട് അതിമനോഹരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെയും ഞാൻ ബോട്ടിനെ പണി ചെയ്തു. പിന്നെയും അതിനകത്ത് ഇറക്കി. ഓരോ മീനും ഓരോ മാർക്കറ്റിംഗ്സ് ക്യാമ്പയിൻസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ലൈക്ക് വലിയ മഴകൾ വരും. കടലിനകത്ത് പോകുമ്പോൾ വലിയ മഴകളും വലിയ തിരമാലകളും വരും. പക്ഷേ അതിമനോഹരമായ കാഴ്ചകളും ഈ കടലിനകത്തുണ്ട്, മനസ്സിലായോ? അപ്പം സുനാമി വരും, പിന്നെ ചുഴലിക്കാറ്റ് വരും. അതിനേക്കാളും ഉപരി പലതും കൊണ്ട് നമ്മൾ ആക്രമിക്കപ്പെടാം. ഇതെല്ലാം സർവൈവ് ചെയ്ത് ഞാൻ ആ ബോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ബോട്ടിനെ ഒരു വലിയൊരു ബോട്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ തിരിച്ച് അതിനെ ഇറക്കി. പണിപ്പുരയിലാണ് ആ ബോട്ട്. ഇൻഷാല്ലാ അതിപ്പം വലിയൊരു ബോട്ടാക്കിയിട്ട് വലിയൊരു ജേണിക്ക് വേണ്ടി, കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്നേ ആരും ചെയ്യാത്തൊരു സംഭവം ഞാൻ റിവീൽ ചെയ്യാം. കാരണം അത് എനിക്ക് ചെയ്തിട്ട് പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഞാൻ പറഞ്ഞ് ചെയ്യുന്നതിനേക്കാളും, അതായത് ആരും ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ആ ഒരു സംഭവം. പുതിയൊരു വിഷൻ. ആ ഒരു വിഷൻ്റെ ഭാഗമായിട്ട് ഞാനിതാ സഞ്ചരിക്കുകയാണ്. എനിവേ കഴിഞ്ഞ വർഷം ഇതേ റിസ്ക് എടുത്ത അതുപോലെ തന്നെയാണ് ഈ വർഷം എനിക്ക് റിസ്ക് കൊടുക്കുന്നു. എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. എനിവേ ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ ഗൈസ്? താങ്ക് യു ഉദയ് സാർ, മെഹർ സാർ, മിസ്ബ സാർ, പിന്നെ everyone in CDA and QC. താങ്ക് യു സോ മച്ച്. ലൈക്ക് കുറേ പേർ എന്നെ അവിടെ ഹെൽപ്പ് ചെയ്തു. നിങ്ങളൊക്കെ ഹെൽപ്പും കൊണ്ടാണ് ഞാനൊരു നല്ല ഡിജിറ്റൽ മാർക്കറ്റർ ആയത്. എനിവേ ഈ നന്ദി എല്ലാ വർഷവും ഞാൻ ഇതുപോലെ ഗ്രൂപ്പിന് ഷെയർ ചെയ്യുന്നതാണ് ഗൈസ്. എൻ്റെ ഓരോ വർഷത്തെ അച്ചീവ്മെൻറ്റ്സും. ലൈക്ക് ഈ വർഷം എന്ത് നേടി, കുറച്ച് നേടി. എൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പാത്തിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാ ഞാൻ എല്ലാം എവറിത്തിങ് ഹാപ്പൻ ഫോർ എ ഗുഡ് റീസൺ. ബൈ ഗൈസ്.